5000-ലധികം നാവികരും F-18 സൂപ്പർ ഹോണറ്റ് ജെറ്റുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുമായി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനെ ഫുൾ നിരീക്ഷണവുമായി ഗൾഫ് മേഖലയിൽ തങ്ങളുടെ നാവികസേനയുടെ ശക്തമായ സാന്നിധ്യം ഗൾഫ് മേഖലയിൽ ഉറപ്പാക്കുകയാണ് ഈ നടപടിയിലൂടെ US ലക്ഷ്യമിടുന്നത്. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി, ചെങ്കടലിലെ വെല്ലുവിളി എന്നിവ മുൻനിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ നീക്കം. ആണവോർജം പ്രയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് USS നിമിറ്റ്സ്. ബഹ്റിനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് കഴിഞ്ഞ ദിവസമാണ് US-ന്റെ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടത്. ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കമായാണ് അമേരിക്ക ഈ നടപടിയെ വിശദീകരിക്കുന്നത്. ഇസ്രയേൽ-ഇറാൻ സംഘർഷാവസ്ഥയും യമനിലെ ഹൂതി വിമതർക്കെതിരായ സമ്മർദ്ദവും മുന്നിൽ കണ്ടാണ് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനവാഹിനിയെ വിന്യസിച്ചത്. ഈ സാഹചര്യത്തിൽ മേഖലയിൽ ആധിപത്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് USS നിമിറ്റ്സിനെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചത്. ഇതിലൂടെ ഗൾഫ് മേഖലയിൽ US നാവികസേനയുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആണവോർജം പ്രയോഗിച്ച് പ്രവർത്തിക്കുന്ന നിമിറ്റ്സിൽ ഒരു സമയം 5000-ലധികം നാവികരുടെ സാന്നിധ്യമുണ്ടാകും. ഇതിനു പുറമെ F-18 സൂപ്പർ ജെറ്റുകളും ഏത് സമയത്തും ആക്രമണത്തിന് തയ്യാറായിരിക്കുന്ന അറ്റാക്ക് ഹെലികോപ്റ്ററുകളും US നിമിറ്റ്സിന്റെ ഭാഗമായുണ്ട്. നിമിറ്റ്സ് വടക്കുകിഴക്കൻ ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വഴിയും തെക്കൻ ഏഷ്യ വരെയും ഉൾക്കൊള്ളുന്ന US സെൻട്രൽ കമാൻഡ് പരിധിയിൽ പ്രവർത്തിക്കുന്ന കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. വടക്ക് കിഴക്കൻ ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വഴി ഏഷ്യ വരെയുള്ള 21 രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഈ ഗ്രൂപ്പാണ്. കഴിഞ്ഞ മാസം കോൾവിൻസൺ വിമാനവാഹിനി കപ്പലിന് പകരം മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയതാണിത്. റിയൽ അഡ്മിറൽ ഫെഡറിക് ഗോൾഡ് ഹാമർ ബഹ്റിനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും വ്യക്തമാക്കിയിട്ടുണ്ട്. 1975-ൽ സേവനം ആരംഭിച്ച നിമിറ്റ്സിന്റെ സേവന കാലാവധി 2026-ൽ അവസാനിക്കും. 51 വർഷത്തെ സേവനത്തിനൊടുവിൽ കപ്പലിനെ വിരമിപ്പിക്കുന്ന നടപടികൾ അടുത്ത വർഷം ആരംഭിക്കുമെന്നും US അറിയിച്ചിട്ടുണ്ട്. US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റിനിലാണ്. അറബിക്കടൽ, ഒമാൻ, ഉൾക്കടൽ, ചെങ്കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 2.5 ദശലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള കടൽ പ്രദേശമാണ് 5ാം കപ്പൽപ്പടയുടെ പ്രവർത്തന പരിധി. മധ്യപൂർവ്വ ദേശ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളിലായി ഏകദേശം 40,000 സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പോർവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനൊപ്പം സൈനിക നടപടി ആവശ്യമെങ്കിൽ അതിവേഗം ഇടപെടുന്നതിനാണിത്. ഖത്തർ, ബഹ്റിൻ, സിറിയ, കുവൈറ്റ്, ഇറാഖ്, UAE എന്നിവിടങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ ഉള്ളത്. അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റും US നാവികസേനയുടെ സെൻട്രൽ കമാൻഡും ബഹ്റിനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിമാനവാഹിനികൾ ഉൾപ്പെടെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ബഹ്റൈൻ തുറമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുന്നുമുണ്ട്. മൈനുകൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 4 കപ്പലുകളും ഇവിടെയുണ്ട്. US കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ബഹ്റൈനിലുണ്ട്. മധ്യ പൗരത്യ മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്. അമേരിക്കൻ വ്യോമസേനയുടെ സുപ്രധാന കേന്ദ്രമാണിത്. അലി അൽ സാലേം എയർബേസ് ഉൾപ്പെടെ പ്രധാന സൈനിക താവളങ്ങൾ കുവൈറ്റിലുണ്ട്. വ്യോമസേനയുടെ 386ാം ഭാഗം ഇവിടെയാണ്. വ്യോമ നീക്കത്തിന്റെ പ്രാഥമിക കേന്ദ്രമായാണ് ഇവിടം അറിയപ്പെടുന്നത്. അൽദഫ്ര എയർബേസ് ആണ് പ്രധാന സൈനിക കേന്ദ്രം. F-22 റാപ്റ്റർ ഫൈറ്റർ ജെറ്റുകൾ ഈ ക്യാമ്പിലാണുള്ളത്. നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെയുണ്ട്. MQ-9 റീപ്പേഴ്സ് ആണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. കര, വ്യോമ നാവികസേനകളുടെ ക്യാമ്പുകളും സൗദിയിലുമുണ്ട്. ഒമാനിലും വ്യോമ നാവികസേന താവളങ്ങൾ ഉണ്ട്.